ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ 44 സൈസിലുള്ള ഒരു നൈറ്റിയുടെ കട്ടിംഗ് ആണ്. അപ്പോൾ സ്റ്റിച്ചിങ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു നൈറ്റി ബിറ്റ് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ന്യൂസ് പേപ്പറിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ കൂടി ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഞാനിപ്പോൾ മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അല്ലാണ്ട് നമുക്ക് വേറൊരു രീതിയിലൂടെ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഈ ഒരു വീതി വശത്തേക്ക് മടക്കിയിട്ട് പിന്നെ നമ്മൾ നീളം വശത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെയും ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്ന ഈ രീതിയിലല്ല, നമ്മൾ ആദ്യം കാണിച്ച പോലെ. അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇത് വീതി വശം, ഇത് നീളം വശം. അപ്പോൾ നീളം വശത്തേക്ക് ഒന്ന് ആദ്യം മടക്കിയെടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ഫോൾഡിങ്ങും ഓപ്പണിങ്ങും അവിടെ ഓപ്പണിങ് വരുന്നുണ്ട്. അതുപോലെ മുകളിലും ഫോൾഡിങ്, താഴത്ത് ഓപ്പണിങ്, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 44 സൈസിലുള്ള ഒരു നൈറ്റിയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യോക്കിൻ്റെ ലെങ്ത്ത് ഞാനൊരു 10.5 ഇഞ്ച് എടുക്കുന്നുണ്ട് കണ്ടോ. 10.5 നമ്മൾ മാർക്ക് ചെയ്തു. ഇനിതാ ഇവിടെ 10.5 എടുത്തില്ല. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ 1/2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് 11 ഇഞ്ച് എടുക്കണം. ഓക്കെ, 11 ഇഞ്ച്. ഇനി ഞാൻ ഇവിടുന്ന് ഒരു ഷോൾഡർ ഞാനൊരു 8 ഇഞ്ച് എടുക്കുന്നുണ്ട്. 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി ആ ഒരു 8 ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് ഷോൾഡർ ഡെപ്ത് ഉണ്ടല്ലോ, അത് 8 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി 8.5 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കാം. ഇതിപ്പോൾ ഷോൾഡറിന് താഴേക്ക് നമ്മളൊരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നെക്ക് വിഡ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് ഒരു 3.25 ഇഞ്ചാണ്. നമുക്ക് 3.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നെക്കിൻ്റെ ഡെപ്ത്ത്, അതായത് ഇറക്കം, കഴുത്തിൻ്റെ ഇറക്കം ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ഞാൻ 6 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതുപോലെ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ഞാനൊരു 3.5 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്നൊരു പെട്ടി പോലെ വരച്ചു കൊടുക്കണം. അപ്പോൾ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ സാധാ എടുക്കുന്ന പോലെ റൗണ്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത് കണ്ടോ. ഇനി ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ഞാൻ ഈ താഴത്തുനിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 1 ഇഞ്ച് ഇവിടെ നിന്നൊന്ന് മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു എൻഡിലേക്ക് ഇങ്ങനെ ചരിച്ച് വയ്ക്കും. ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ചോക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ വിസിബിൾ ആവുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ചോക്ക് മാത്രമേ ഉണ്ടായുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ഇഞ്ച് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഈ ഒരു നെക്ക് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അതായത് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഞാൻ പുറത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കിടന്നോട്ടെ, ഇതിന് നമ്മൾ പിന്നെ പറയാം കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന്, ഈ ഒരു അറ്റത്ത് നിന്ന് ഇവിടം വരെ ഷോൾഡർ 8 ഇഞ്ച് എടുത്തില്ലേ, അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു 11.5 ഇഞ്ച് 11.5 ഇഞ്ച് നമുക്ക് എടുക്കണം, മാർക്ക് ചെയ്യണം കേട്ടോ. 11.5.
അപ്പോൾ ഇതാ ഇവിടെ ഞാൻ നേരത്തെ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കിതാ ഇവിടെ നിന്ന് ഒരു 11.5 ഇഞ്ച് ഞാൻ എനിക്കിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്ത ആ സെയിം ലൈനിൽ 11.5 ഇഞ്ച് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ ഒരു 11.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് താഴേക്ക് നമ്മൾ നേരത്തെ ഇവിടെ ലൈൻ വരച്ച പോലെ 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. 8 ഇഞ്ച് 8.5 നമ്മളിവിടെ മാർക്ക് ചെയ്തത്. ഞാനിവിടെ ആദ്യം 8 ഇഞ്ച് പറയുന്നുണ്ട്. അപ്പോൾ 8 ഇഞ്ച് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. എന്നിട്ടൊരു 8 ഇഞ്ചിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ളൊരു നൈറ്റിയാണ്. ആ 2 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്യണം. സ്ലീവ് റൗണ്ടിന് ഞാൻ 8.25 ഇഞ്ചാണ് എടുക്കുന്നത്. 8.25 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ ഒരു സ്ലീവ് റൗണ്ടും ഈ ഒരു നമ്മളിപ്പോൾ 10 ഇഞ്ച് എടുത്തില്ലേ, അത് തമ്മിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു 10 ഇഞ്ച് എടുത്തില്ലേ, അത് സ്ലീവിൻ്റെ ഡെപ്ത്ത് എന്നാണ് പറയുന്നത്. സ്ലീവ് ഡെപ്ത്ത്. ആ ഒരു സ്ലീവ് ഡെപ്ത്തും ഷോൾഡറിന് താഴേക്ക് നമ്മളൊരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അതും തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ദാ ഇപ്പോൾ മാർക്ക് ചെയ്തതെല്ലാം ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ നേരത്തെ ഷോൾഡർ മാർക്ക് ചെയ്തില്ലേ, ഷോൾഡർ 8 ഇഞ്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ലേ, ഇവിടം വരെ 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് ആ ഒരു സെയിം ലൈനിൽ തന്നെ നമുക്കൊരു 11.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഒരു 11.5 ഇഞ്ച് ദാ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്തതിന് താഴേക്ക് ഞാൻ ദാ നേരത്തെ ഷോൾഡർ എടുത്ത പോലെ തന്നെ 8 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അതിനുശേഷം ഒരു 2 ഇഞ്ച് കൂടി നീട്ടി വരച്ചു. കണ്ടോ, അതിനെ സ്ലീവ് ഡെപ്ത്ത് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മളിതാ അങ്ങ് അറ്റത്ത് 8.25 ഇഞ്ച് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്തു. ഇതിന് ശേഷം ഈ സ്ലീവ് റൗണ്ടും സ്ലീവ് ഡെപ്ത്തും തമ്മിൽ ഒന്ന് യോജിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്ലീവ് ഡെപ്ത്തും പിന്നെ ഷോൾഡറിന് താഴേക്ക് 8 ഇഞ്ച് മാർക്ക് ചെയ്ത് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തതും തമ്മിൽ യോജിപ്പിച്ചെടുത്തു. കണ്ടോ, ഇനി നമുക്ക് ഈ ഒരു സ്ലീവ് ഡെപ്ത്തും അതുപോലെ തന്നെ യോക്കിൻ്റെ ലെങ്ത്തും തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ 8.5 ഇഞ്ച് ഷോൾഡറിന് താഴേക്ക് മാർക്ക് ചെയ്തില്ലേ, അതിന് താഴേക്കായിട്ട് ഒരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യണം. ഒരു 1/2 ഇഞ്ച് ഞാനൊന്ന് നീട്ടി വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ആ ഒരു പോയിന്റിൽ വച്ചിട്ട് ദാ ഈ ഒരു യോക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ 10.5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ആ അറ്റത്തേക്ക് ദാ ഒന്ന് ചരിച്ച് വരയ്ക്കുക. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചരിച്ച് ഒന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ഒരു 1/2 ഇഞ്ച് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് പുറത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതായത് ഒരു 1/2 ഇഞ്ച് ഇവിടെ പുറത്തേക്ക് ഫ്രണ്ട് നെക്കിന് പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. ആ ഭാഗത്ത് ഒന്ന് ഇങ്ങനെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്യുക. നമ്മളിങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് ചെയ്താൽ മതി. ആ ഒരു ഷേപ്പിനിങ്ങനെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്യുക. കുറച്ചുകൂടി ഞാൻ ഇപ്പുറത്തേക്കൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. ഇങ്ങനെ ഒന്ന് ചരിച്ച് വരയ്ക്കുക. ഓക്കെ. ഇനി ഞാൻ ദാ ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ യോക്കിൻ്റെ ലെങ്ത്ത് ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ വെച്ചിട്ടല്ല, അതിന് മുകളിൽ ദാ ഈ ഒരു സ്ലീവിൻ്റെ ഡെപ്ത്ത് ഉണ്ടല്ലോ, ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിൽ വെച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ഞാനൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. കണ്ടോ. ഓക്കെ. ഇനി ഞാൻ ദാ ഒരു 2.5 ഇഞ്ച് ദാ ഇവിടേക്ക് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 2.5 ഇഞ്ച്. ഓക്കെ. ഇനി ദാ ഈ ഒരു സ്ലീവിൻ്റെ ഡെപ്ത്തും അതുപോലെ ഷോൾഡറിൻ്റെ താഴേക്ക് വരച്ച ആ ഒരു വരയുണ്ടല്ലോ, അവിടെ അതിൻ്റെ രണ്ടും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുത്തില്ലേ, അതിനെ രണ്ടിനെയും ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈൻ ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ അത് അളന്ന് നോക്കിയപ്പോൾ എനിക്കൊരു 3.25 ഇഞ്ച് കിട്ടി. ആ ഒരു 3.25 ഇഞ്ച് ഈ ഒരു 2.5 ഇഞ്ച് വരുന്നിടത്ത് വെച്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഒരു ചോക്കും കളറും ഒക്കെ ആയിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ, നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയെടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതാ ഇങ്ങനെ മുകളിലേക്കൊന്ന് കട്ട് ചെയ്ത് വരാം. അതായത് നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തിയില്ലേ, അവിടേക്കൊന്ന് കട്ട് ചെയ്ത് വരണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബാക്ക് നെക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ബാക്ക് നെക്ക് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസാണ് ആദ്യം കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബാക്ക് പീസ് ഉണ്ടല്ലോ, ഈ ബാക്ക് പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു ഇതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നിടത്തുകൂടി ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്യാം. ആ ഒരു നമ്മളൊരു 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത ഇടം വരെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഒന്ന് ചരിച്ച് കട്ട് ചെയ്യാം. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നിടത്തുകൂടി ആ ഒരു ഇതങ്ങ് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇപ്പം നമുക്ക് ഇതാ ഇങ്ങനെ 2 പീസ് കിട്ടി. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതാ, അപ്പോൾ സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു 1/2 ഇഞ്ച് നമ്മൾ ലാസ്റ്റ് താഴത്തേക്ക് നീട്ടി വരച്ചില്ലേ, അത് ഒഴിവാക്കിയിട്ട് വേണം. അതായത് 8.5 ഇഞ്ച് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ താഴേക്ക് അടയാളപ്പെടുത്തിയില്ലേ, അത് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലീവിൻ്റെ ലെങ്തൊക്കെ അവരവർക്ക് വേണ്ട തരത്തിൽ ചെയ്തെടുക്കുക. ഇത്രയും ലെങ്ത്ത് വേണ്ടാത്തവർ കാണുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്നിൽ മടക്കി അടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു നെക്കിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൽ നിന്ന് ക്രോസ് പീസ് എടുത്തിട്ടാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബോട്ടം പാർട്ടിന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാനിതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് വരിക. നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തിയെടുത്തുകൂടി കട്ട് ചെയ്ത് വരണം. ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് വരേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ട് നമ്മളൊരു 2.5 ഇഞ്ച് നേരത്തെ അടയാളപ്പെടുത്തി വെച്ചില്ല ആ ഒരു എൻഡിൽ, ആ 2.5 നിന്ന് ചരിച്ചൊരു മാർക്ക് കൊടുത്തല്ലോ, ആ മാർക്കിലേക്ക് ഒന്ന് ചരിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് വീഡിയോ കിട്ടിയില്ല. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ബോട്ടത്തിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.